കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന വ്യാജ പരാതിയിൽ KSU പ്രവർത്തകരെ ജയിലിൽ അടച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും പ്രവർത്തകർക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ്. സ്പീക്കർ എൻ ഷംസീറും മന്ത്രി വീണ ജോർജും ചേർന്നു നടത്തിയ നാടകത്തിൽ KSU പ്രവർത്തകർ ഇരയാവുകയായിരുന്നു. കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് 2 മാസത്തിന് ശേഷമാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മന്ത്രി മൊഴി നൽകിയിരിക്കുന്നതെന്ന് KPCC മെമ്പർ അഡ്വക്കേറ്റ് TO മോഹനനും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസും കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 3/15 കരിങ്കോട് കാണിച്ച് പ്രതിഷേധിച്ച ആ പ്രതിഷേധ സമരം അവിടെ വെച്ച് തന്നെ ഈ 5 KSU പ്രവർത്തകർ, KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 5 KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അതിനുശേഷം മന്ത്രിയെ വലിയ പരിക്ക് പറ്റി എന്ന രൂപത്തിൽ അത് വിശദീകരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനനായ കേരള നിയമസഭയുടെ സ്പീക്കറാണ്. മന്ത്രിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് അവിടെ വെച്ച് മാധ്യമങ്ങളോട് പറയുന്നു. അത് ആക്രമിച്ചത് KSUക്കാരാണ്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അവിടെ വലിയ മൃഗീയമായ അക്രമമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഒരു സ്പീക്കറാണ് പറയുന്നത്. 3:45 ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ആശുപത്രിയിൽ വെച്ച് മന്ത്രി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് MLC ആയിട്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്തത്. രാത്രി 10 മണിക്ക് ശേഷം 10:45 FIR എടുത്തത്. അതുവരെ ഇല്ലീഗൽ കസ്റ്റഡിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഫെബ്രുവരി 25 നടന്നൊരു സംഭവം പിന്നീട് 2 മാസം കഴിഞ്ഞിട്ട് മന്ത്രി വെളിപ്പെടുത്തുകയാണ്. കാരണം മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താൻ പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. ആ സമയത്ത് മന്ത്രിക്ക് ഗുരുതരമായ പരിക്ക് പറ്റി എന്ന പേരിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയെ മാറ്റി. മണിക്കൂറുകൾ ഇടവിട്ട് മെഡിക്കൽ ബുള്ളറ്റിൽ ഇറങ്ങിക്കൊണ്ടേയിരുന്നു ഏറ്റവും ഗുരുതരമായ പരിക്കുന്ന രൂപത്തിൽ. തൊട്ടടുത്ത ദിവസം മന്ത്രി അതിരാവിലെ കാറിൽ തന്നെയാണ് നാട്ടിലേക്ക് പോയത്, ആരെയും അറിയിക്കാൻ. ഇതൊക്കെ നാടകങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ മന്ത്രി പറയുന്നത് അവിടെ എനിക്ക് പരിക്ക് പറ്റിയത് അക്രമത്തിലല്ല, അവിടെ ഉണ്ടായ ഉന്തിലും തള്ളിലുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു മന്ത്രി, ജനങ്ങളുടെ നികുതി പണത്തിന്റെ ബലത്തിൽ മന്ത്രി പദവി ഉപയോഗിച്ച ഒരു മന്ത്രി. ആ മന്ത്രി 2 മാസത്തിന് ശേഷം മാത്രം ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഈ സമരത്തിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരെ 2 ആഴ്ചയിലധികം ജയിലിൽ ഇല്ലീഗൽ കസ്റ്റഡിയാണ് പാർപ്പിക്കുമ്പോൾ ഈ മന്ത്രിക്ക് എന്നെ ആക്രമിച്ചിട്ടില്ല, മുന്നിലും തള്ളിലുമാണ് പരിക്ക് പറ്റിയത് എന്ന് പറയാനുള്ള ബാധ്യതയില്ലേ? അവർ എത്രമാത്രം ക്രൂരയായിട്ടാണ് പെരുമാറിയത്. പ്രവർത്തകർക്ക് നീതി ലഭിക്കാനായി ഏതറ്റം വരെ പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.